ഇടുക്കി ചിന്നക്കനാലിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മാരിയുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങി. സംസ്കാരം വൈകിട്ട് നടക്കും. അതേസമയം യുവതിയെ കൊലപ്പെടുത്തിയ കാട്ടാന ജനവാസ മേഖലയ്ക്കടുത്ത് ഇപ്പോഴും തുടരുകയാണ്. രാഹുൽ വിജയൻ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ, വിവരങ്ങൾ. ഉന്മേഷ, കാട്ടാനയുടെ ചവിട്ടേറ്റാണ് ഈ മാരിയുടെ മരണം സംഭവിച്ചിരിക്കുന്നത്. അതിനുശേഷം തുമ്പിക്കൈ കൊണ്ട് ചുരുട്ടി എഴുതുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. തലക്കേറ്റ ക്ഷതമാണ് മരണകാരണമെന്നും പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. പോസ്റ്റ്മോർട്ടം പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങി. ഇന്നലെ പോസ്റ്റ്മോർട്ടം പരിശോധന നടപടികൾ ഉണ്ടായിരുന്നില്ല. കാരണം പ്രതിഷേധം ശക്തമായി തന്നെ തുടരുകയായിരുന്നു. ഈ ബന്ധുക്കൾക്ക് നഷ്ടപരിഹാരം ഉൾപ്പെടെ നൽകുന്ന കാര്യത്തിൽ തീരുമാനമായതിന് പിന്നാലെ ഇന്ന് പോസ്റ്റ്മോർട്ടം പരിശോധന നടക്കുകയായിരുന്നു. ഈ സംസ്കാരം ഇന്ന് വൈകിട്ടാണ് നിശ്ചയിച്ചിരിക്കുന്നത്. പൊതുശ്മശാനത്തിലാണ്, ചിന്നക്കനാലിലെ പൊതുശ്മശാനത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. അതിനിടെ പരിക്കേറ്റ ഈ മാരിയുടെ മകൻ രക്ഷൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. അതിനിടെ ഈ കാട്ടാന, മാരിയെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ കാട്ടാന, 2 കാട്ടാനകളുണ്ട്. ആ 2 കാട്ടാനകളും ഈ ജനവാസ മേഖലയ്ക്കടുത്ത് തന്നെ തുടരുന്നു. RRTയുടെ നിരീക്ഷണമുണ്ട് എന്നുള്ളതാണ് വനം വകുപ്പ് അറിയിക്കുകയും ചെയ്യുന്നത്. രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.